ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു അവർ സൺഡേ ടോക്ക്. അപ്പോൾ എനിക്കിന്ന് നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കാനുള്ള വിഷയം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മളെല്ലാവരും തന്നെ ജീവിതത്തിൽ ഫേസ് ചെയ്യുന്ന ഒരു പ്രശ്നമാണ് ക്രിറ്റിസിസം, അല്ലേ? അതുപോലെ തന്നെ നമ്മളോട് നേരിട്ട് നെഗറ്റീവായിട്ട് സംസാരിക്കുക, നമ്മുടെ പിന്നിൽ നിന്ന് നെഗറ്റീവായിട്ട് സംസാരിക്കുക, നമ്മളെ ബുള്ളി ചെയ്യുക, ഹരാസ് ചെയ്യുക എന്നൊക്കെയുള്ളത് ഏത് പ്രായക്കാരും നേരിടുന്ന ഒരു പ്രശ്നമാണ്. പ്രത്യേകിച്ച് സ്കൂളിൽ പോകുന്ന കുട്ടികൾ, അല്ലേ? അതുപോലെ തന്നെ വർക്ക് പ്ലേസിലാണെങ്കിലും. അപ്പോൾ അതെങ്ങനെ ഡീൽ ചെയ്യാം എന്നുള്ളതിനെ കുറിച്ചാണ് ഞാൻ സംസാരിക്കുന്നത്. നമ്മൾ അത് ഡീൽ ചെയ്യാനുള്ള കഴിവ് നമുക്ക് വേണം, അല്ലേ? എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, പണ്ടത്തെ കാലത്തൊക്കെ എന്ന് പറഞ്ഞാൽ നേരിട്ടുള്ള ക്രിറ്റിസിസം ആയിരുന്നു. പക്ഷെ ഇന്നത്തെ കാലത്ത് ഈ സോഷ്യൽ മീഡിയ വഴിയും ഒരുപാട് പേര് ബുള്ളി ചെയ്യുന്നവരുണ്ട്, അല്ലേ? മോശം കമന്റ്സ് ഒക്കെ എഴുതുന്നവരുണ്ട്. അതുകൊണ്ട് തന്നെ പലരും ചിലപ്പോൾ നല്ല അറിവുള്ളവര്, അതുപോലെ തന്നെ സംസാരിക്കാൻ കഴിവുള്ളവരൊക്കെ വീഡിയോ ചെയ്യാനായിട്ട് മടിക്കുന്നു, ഈ ഇങ്ങനെയുള്ള മോശം കമന്റ്സിനെ പേടിച്ച് തന്നെ. അതുപോലെ ഒരുപാട് ഫോളോവേഴ്സ് ഉള്ളവർ നല്ല ചാനലൊക്കെ ചിലർ ക്ലോസ് ചെയ്യാറുണ്ട്, കാരണം ഇത് വായിക്കുമ്പോഴുള്ള വിഷമം കൊണ്ട്. അപ്പോൾ അതെങ്ങനെ നമ്മൾ ഡീൽ ചെയ്യണം? അപ്പോൾ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് ഞാൻ നാട്ടിലെ പഞ്ചായത്ത് ഇലക്ഷനെ കുറിച്ച് എൻ്റെ ചാനലിൽ ഞാൻ സംസാരിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് പലർക്കും ഒരു അത്ഭുതമായിരുന്നു. ഞാൻ പൊളിറ്റിക്സിനെ കുറിച്ച് സംസാരിക്കുകയോ, അതൊരു പുതുമയൊന്നും അല്ല. കഴിഞ്ഞ 3-4 വർഷമായിട്ട് ഇലക്ഷനുള്ള സമയത്തൊക്കെ, അതുപോലെ ഇടയ്ക്കൊക്കെ ഞാൻ രാഷ്ട്രീയം സംസാരിക്കുന്ന ആളാണ്. പക്ഷേ ഞാനത് ഫേസ്ബുക്കിലാണ് പോസ്റ്റ് ചെയ്യാറ്. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇൻസ്റ്റയിലൊക്കെ ഇങ്ങനെ ലോങ് വീഡിയോ പണ്ടൊന്നും നമുക്ക് പോസ്റ്റ് ചെയ്യാനൊക്കെ ഇല്ലല്ലോ, അതുകൊണ്ട് തന്നെ. അപ്പോൾ പലർക്കും അത്ഭുതമായിരുന്നു, ആൻറ്റി പൊളിറ്റിക്സ് സംസാരിക്കുകയോ, എന്തിനാണ് അങ്ങനെ സംസാരിക്കുന്നത്? പലരും എന്നോട് സ്നേഹമുള്ളവർ പറഞ്ഞു, നിങ്ങൾ പൊളിറ്റിക്സ് സംസാരിക്കില്ലേ, നിങ്ങൾക്ക് ശത്രുക്കൾ ഉണ്ടാവും, നിങ്ങളെ ആളുകൾ ഇഷ്ടപ്പെടാതെ വരും എന്നൊക്കെ പറഞ്ഞവരുണ്ട്. പക്ഷേ എനിക്ക് അതിന് പേടിയുള്ള ആളൊന്നുമല്ല. ആരെങ്കിലും മോശം കമന്റ് ഇട്ടെന്ന് ഓർത്തോ, ബുള്ളി ചെയ്തെന്ന് ഓർത്തോ, അതൊന്നും എന്നെ ബാധിക്കുന്ന കാര്യമല്ല. അപ്പോൾ നിങ്ങളും ചിലപ്പോൾ ആ വീഡിയോ വാച്ച് ചെയ്തിട്ടുണ്ടാവും. എന്താണെന്ന് വെച്ചാൽ 10 ലക്ഷം ആളുകളിൽ കൂടുതൽ ആ വീഡിയോ വാച്ച് ചെയ്തിട്ടുണ്ട്. ഞാൻ എൻ്റെ ചാനലിൽ സ്ത്രീകളെ എംപവർ ചെയ്യാനായിട്ട്, നമ്മൾക്ക് ഇഷ്ടമുള്ള വസ്ത്രങ്ങൾ ധരിക്കുക, നമ്മുടെ ഹാപ്പിനെസ്സിന് ഇമ്പോർട്ടൻസ് കൊടുക്കുക, നമ്മൾക്കായിട്ട് ജീവിക്കുക, നമ്മളെ ടേക്ക് കെയർ ചെയ്യുക എന്നൊക്കെ പറയുന്ന, അതുപോലെ തന്നെ രാഷ്ട്രീയവും നമ്മൾക്കും അവകാശപ്പെട്ടതാണ്. രാഷ്ട്രീയത്തിൽ സ്ത്രീകൾ മുന്നോട്ട് വരിക. എന്താന്ന് വെച്ചാൽ, രാഷ്ട്രീയം എന്ന് പറഞ്ഞ ഒരു മോശമായിട്ടുള്ള കാര്യമൊന്നുമല്ല. നമ്മുടെ രാജ്യം, അല്ലേ, രാജ്യത്തിന് വേണ്ടി സംസാരിക്കുകയും, അതുപോലെ നമ്മളുടെ അവകാശങ്ങൾ, നമ്മുടെ അർഹതകൾ, നമ്മുടെ കുട്ടികൾക്ക് വേണ്ടി അവർ പഠിക്കുന്ന സ്കൂള്, അവരെങ്ങനെയുള്ള സേഫ് ആയിട്ടുള്ള ഒരു കമ്മ്യൂണിറ്റിയിൽ വളരണം, ഇതൊക്കെ നമ്മൾ അമ്മമാർ ശ്രദ്ധിക്കേണ്ടതാണ്. അതുകൊണ്ട് തന്നെ ഒരിക്കലും നിങ്ങൾ സ്ത്രീകൾ ഓർക്കരുത്, രാഷ്ട്രീയം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സ്ത്രീകൾ അതിൽ സംസാരിക്കരുത്, രാഷ്ട്രീയത്തിൽ പങ്കെടുക്കരുതെന്നൊന്നും നിങ്ങൾ ഓർക്കരുത്. അതിനുവേണ്ടി നിങ്ങളെ എംപവർ ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ വന്ന് സംസാരിച്ചാണ്. എനിക്ക് തീർച്ചയുണ്ടായിരുന്നു എനിക്ക് കുറേ ബാഡ് കമൻസ് ഒക്കെ വരും എന്നുള്ളത് തീർച്ചയുണ്ടായിരുന്നു. പ്രത്യേകിച്ച് രാഷ്ട്രീയത്തെക്കുറിച്ചോ മതത്തെക്കുറിച്ചോ ഒക്കെ സംസാരിക്കുമ്പോൾ അങ്ങനെയാണല്ലോ, പലരും വിശ്വസിക്കുന്ന അവരുടെ മതം ഏതാണോ അതാണ് ഏറ്റവും നല്ലത്, നമ്മൾ അതിൽ വിശ്വസിച്ചോളണം, അല്ലെങ്കിൽ അവർ ഏത് പാർട്ടിക്കാണ് വോട്ട് ചെയ്യുന്നത് നമ്മളൊക്കെ ആ പാർട്ടിക്ക് വോട്ട് ചെയ്യണം, അതാണ് ഏറ്റവും നല്ല പാർട്ടി, അങ്ങനെയൊക്കെ വിശ്വസിക്കുന്നവരാണല്ലോ. അതുകൊണ്ട് തന്നെ നമുക്കറിയാം മോശം കമന്റ്സ് ഒക്കെ വരും. അതുപോലെ തന്നെ എന്താണ് അതിന് പറയുന്നത്, രാഷ്ട്രീയ തൊഴിലാളികൾ വന്ന് മോശം കമന്റ് ഇടാനായിട്ട്, അല്ലേ, അങ്ങനെയുള്ള തൊഴിലാളികളുണ്ട്. അപ്പോൾ അവരൊക്കെ വന്ന് മോശം കമന്റ്സ് ഇടും എന്നൊക്കെ നമുക്കറിയാം. പക്ഷെ എനിക്ക് അതിൽ വലിയ കുഴപ്പമൊന്നുമില്ല. അതെങ്ങനെയാണ്, എന്തുകൊണ്ടാണ് എന്ന് ഞാൻ നിങ്ങളോട് പറയാം. അപ്പം നമ്മൾ ഓർത്ത് നോക്കുക, ഇപ്പോൾ ഒരുപാട് പേര് കൂടിയിട്ടുള്ള, ചിലപ്പോൾ ഒരു പാർട്ടി ആവാം, മീറ്റിംഗ് ആവാം, എന്തെങ്കിലും ആവാം, അതിൽ 1-2 വ്യക്തികൾ ഒരു മൂലയ്ക്ക് പോയിരിക്കുന്നു, അവർ ആരോടും ഒന്നും സംസാരിക്കുന്നില്ല, അവർക്ക് ഈ ക്രിറ്റിസിസം ഒന്നും ഉണ്ടാവില്ല, അവരോട് ആരും ആർഗ്യൂ ചെയ്യാനും പോവില്ല, അവർ ഇൻവിസിബിൾ ആണ്. അതുകൊണ്ട് തന്നെ പക്ഷെ നമ്മളിപ്പോൾ വാ തുറന്ന് എന്തെങ്കിലും സംസാരിച്ചു, നമ്മൾ പറയുന്ന കാര്യത്തിൽ എന്തെങ്കിലും കഴമ്പുണ്ട് എന്നുണ്ടെങ്കിൽ നമ്മളെ ക്രിട്ടിസൈസ് ചെയ്യാൻ ആൾ കാണും, നമ്മൾ ആർഗ്യൂ ചെയ്യാനായിട്ട് ആൾ കാണും. എന്താണെന്ന് വെച്ചാൽ നമ്മൾ വിസിബിൾ ആണ്. അപ്പോൾ അത് വിസിബിലിറ്റി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മോശമുള്ള കാര്യമൊന്നുമല്ല, എല്ലാവരും ആഗ്രഹിക്കുന്നതാണ്. ഒരു 90% ആളുകൾക്കും വിസിബിൾ ആവാനാണ് ഇഷ്ടം. പിന്നെ കുറച്ച് ആളുകൾക്ക് പബ്ലിക്കിന് ഭയമുള്ളവരുണ്ട്, ഇൻട്രവേർട്ട് ആയിട്ടുള്ളവരും അങ്ങനെയൊക്കെ ഉണ്ട്. പിന്നെ ചിലരൊക്കെ ഉണ്ട്, ഇപ്പൊ ഒരു മീറ്റിങ്ങിലാണെങ്കിൽ ഒന്നും സംസാരിക്കില്ല. എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവർക്ക് ശത്രുക്കൾ ഉണ്ടാവില്ല, അവർക്ക് നല്ല ഉള്ള ചമഞ്ഞിരിക്കാം, അതിനുവേണ്ടി ഒന്നും പറയില്ല. മീറ്റിംഗ് കഴിയുമ്പോൾ ആരെങ്കിലും ഒക്കെ പിന്നിൽ നിന്ന് സംസാരിക്കുക, അങ്ങനെ ചെയ്യുന്നവരുണ്ട്. അല്ലാതെ എല്ലാവർക്കും വിസിബിൾ ആവാനാണ് ഇഷ്ടം. ഇപ്പോൾ ഒരു ഫേസ്ബുക്കിൽ ഒരു പിക്ചർ ഇടുന്ന ആൾക്ക് ചിലപ്പോൾ 10 ലൈക്ക് ആയിരിക്കും കിട്ടുന്നുള്ളൂ. അയാളുടെ ഉദ്ദേശവും, മറ്റൊരാൾ പിക്ചർ ഇട്ടു, അയാൾക്ക് 10,000 ലൈക്ക് ഒരു മണിക്കൂറിനുള്ളിൽ കിട്ടി, ആള് വിസിബിൾ ആണ്, ഫേമസ് ആണ്, അതുകൊണ്ട്. പക്ഷെ ഈ രണ്ടാളുടെ ഉദ്ദേശം ഒന്ന് തന്നെയാണ്, രണ്ടാളും അറ്റൻഷൻ കിട്ടാൻ വേണ്ടി തന്നെയാണ് അത് ചെയ്യുന്നത്. അപ്പോൾ വിസിബിൾ ആവുമ്പോൾ കൂടുതൽ
നമുക്ക് നമ്മളെ അറ്റാക്ക് ചെയ്യാൻ ആളുകളുണ്ടാവും. കാരണം ഇപ്പോൾ വലിയ വലിയ ലീഡേഴ്സ്, അതുപോലെ തന്നെ ആക്ടേഴ്സ്, വലിയ കണ്ടന്റ് ക്രിയേറ്റേഴ്സ്, അവർക്കാണ് കൂടുതൽ പ്രശ്നം. കൂടുതൽ പേര് ക്രിട്ടിസൈസ് ചെയ്യുന്നത്. ഇപ്പോൾ ഐശ്വര്യ റായ് തന്നെ, നമുക്കറിയാം ഐശ്വര്യ റായ് ലോകസുന്ദരിയാണ്, പക്ഷെ അവരാണ് ഏറ്റവും കൂടുതൽ ക്രിറ്റിസിസം നേരിടുന്നത്. ഞാൻ തന്നെ കേട്ടിട്ടുണ്ട് പലരും പറയുന്നത് അവർക്ക് എന്താ അത്ര വലിയ സൗന്ദര്യം ഇരിക്കണേ, എനിക്ക് അവരെ കാണാൻ ഇഷ്ടമില്ല, അല്ലെങ്കിൽ അവര് കണ്ട മോശമായി പോയി എന്നൊക്കെ പറയുന്നവരുണ്ട് ഓരോ പിക്ചർ അവര് പോസ്റ്റ് ചെയ്യുമ്പോഴും അല്ലേ. അപ്പോൾ ഓർത്ത് നോക്കുക, അവരെ പോലും ക്രിട്ടിസൈസ് ചെയ്യുന്നു, പിന്നെ നമ്മളെ ക്രിട്ടിസൈസ് ചെയ്യുന്നതിൽ അത്ഭുതമുണ്ടോ? അപ്പോൾ അത് ഓർത്ത് വിഷമിക്കേണ്ട ഒരു കാര്യമില്ല. നമ്മൾ വിസിബിളാണ്, കൂടുതൽ വിസിബിളാണ്, കൂടുതൽ ആളുകൾ അറിയും എന്നുള്ളതിന് നമ്മൾ അവരെങ്കിലും കുറച്ചുകൂടി ബെറ്റർ ആണ് എന്നുള്ളതിൻ്റെ ഒരു തെളിവാണ് ഇങ്ങനെ നമ്മളെ ക്രിട്ടിസൈസ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾക്ക് വേണമെങ്കിൽ അത് അവോയ്ഡ് ചെയ്യാം, ഒരിടത്ത് മിണ്ടാതെ ഒതുങ്ങി അങ്ങ് ഇരുന്നാൽ മതി. നമ്മുടേതായ അഭിപ്രായങ്ങളൊന്നും പുറത്ത് പറഞ്ഞില്ല എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ക്രിറ്റിസിസം ഒന്നും നേരിടേണ്ടതായിട്ട് വരില്ല. അതുപോലെ ഒരു പിക്ചർ നിങ്ങൾ പോസ്റ്റ് ചെയ്യാതിരിക്കുക, ഒരു വീഡിയോയും പോസ്റ്റ് ചെയ്യാതിരിക്കുക, ഒരു റൂമിൽ അടച്ചിരിക്കുകയാണെങ്കിൽ ഇതൊന്നും ബാധകമല്ല അല്ലേ. ഇപ്പം ഞാൻ പൊളിറ്റിക്സിനെ കുറിച്ചുള്ള വീഡിയോ ചെയ്തു, അതിൽ ഇപ്പോൾ ഞാൻ സംസാരിച്ചു ഞാൻ ഏത് പാർട്ടിയെ സപ്പോർട്ട് ചെയ്യുന്നു, എനിക്ക് നാട്ടിൽ എന്തെല്ലാം മാറ്റങ്ങൾ വരുത്തിയതാണ് ഇഷ്ടം, എന്തു മാറ്റം വരുത്താൻ ഞാൻ ആഗ്രഹിക്കുന്നു എന്നൊക്കെ പറയുന്നത്, അത് പറയാൻ എൻ്റെ അവകാശമാണ് അല്ലേ. എൻ്റെ ചാനലിൽ വന്ന് സംസാരിക്കാൻ എനിക്ക് അവകാശമുണ്ട്. നിങ്ങളുടെ പേരൻറ് വീട്ടിലിരിക്കുന്നവരെ ഞാൻ ചീത്ത പറഞ്ഞില്ല, നിങ്ങളെ ബോഡി ഷെയ്മിങ്ങോ ഒന്നും നടത്തിയിട്ടില്ല അല്ലേ. അപ്പോൾ അതിന് എനിക്ക് അവകാശമുണ്ട്. അതുപോലെ തന്നെ ഞാൻ പബ്ലിക്കായിട്ട് സംസാരിക്കുമ്പോൾ നിങ്ങൾക്ക് എൻ്റെ ചാനലിൽ വന്നിട്ട് കമൻസ് എഴുതാം, ഹെൽത്തി ആയിട്ടുള്ള കമൻസ്. നിങ്ങൾക്ക് പറയാം ആൻറ്റി ഞങ്ങൾക്ക് ആ പാർട്ടി ഇഷ്ടമല്ല, ഞങ്ങൾ വേറൊരു പാർട്ടിയാണ് സപ്പോർട്ട് ചെയ്യുന്നത്, ഈ പാർട്ടി ഇന്നത് നല്ല കാര്യം ചെയ്തു. അതൊക്കെ ഹെൽത്തി ആയിട്ടുള്ള ക്രിറ്റിസിസം ആണ്, നല്ല കമന്റ് ആണ്, അത് ചെയ്യണം. നമ്മുടെയൊക്കെ ഒപ്പീനിയൻ പറയുന്നതിൽ എന്താണ് കുഴപ്പം? ഇപ്പൊ ചിലർ പറഞ്ഞു നിങ്ങൾക്കത് പറയാൻ എന്താണ് അവകാശമുള്ളത്, നിങ്ങൾ ഈ നാട്ടിൽ ജീവിക്കുന്ന ആളല്ലല്ലോ. അതൊക്കെ അവരുടെ എന്താണ് അറിവില്ലായ്മ കൊണ്ട് പറയുന്നതാണ്. ഇന്നത്തെ കാലത്ത് ആളുകൾ ഏതൊക്കെ നാട്ടിൽ പോയാണ് ജോലി ചെയ്യുന്നത്. പണ്ടത്തെ കാലത്ത് സൈക്കിൾ കയറ്റി പോയി അവിടെ വർക്ക് ചെയ്യുന്ന പോലെയൊന്നും അല്ലല്ലോ. പല ലോകത്ത് പല നാടുകളിലാണ് ഇന്ന് വർക്ക് ചെയ്യുന്നത്, ഫ്ലൈ ചെയ്ത് പോകുന്നു. നമുക്കറിയുന്ന നമ്മുടെ ഫ്രണ്ട് ഡോക്ടർ തന്നെ, പുള്ളി ഒരു 2 ആഴ്ച കൂടുമ്പോൾ നാട്ടിൽ വരുന്ന ആളാണ്. എന്താണെന്ന് വെച്ചാൽ പുള്ളിയുടെ ഫാമിലി നാട്ടിലാണ്, ഇത്രയും ട്രാവൽ ചെയ്തിട്ടാണെങ്കിലും. അപ്പോൾ അങ്ങനെയുള്ളവരാണ്. അതുകൊണ്ട് നിങ്ങൾ ഈ അറിവില്ലായ്മ പറയല്ലേ. അതുപോലെ തന്നെ നിങ്ങൾ നാട്ടിൽ ജീവിക്കുന്ന ആളല്ലല്ലോ, പിന്നെ നാട്ടിലെ കാര്യം എന്തറിയാന്ന്. ഇന്ന് ലോകത്തിലെ ഏത് മുക്കിലും മൂലയിലും നടക്കുന്ന കാര്യങ്ങളൊക്കെ എല്ലാവരും അറിയുന്നത് ഈ സോഷ്യൽ മീഡിയയിൽ കൂടിയാണ്. ഇപ്പോൾ കോതമംഗലത്ത് തന്നെ നെല്ലിക്കുഴിയിൽ മുറുക്കാങ്കടയുടെ പുറയിൽ നടന്ന ഒരു സംഭവം നിങ്ങൾ കാണുന്നതും സോഷ്യൽ മീഡിയ വഴിയായിരിക്കും, ഞാൻ കാണുന്നത് സോഷ്യൽ മീഡിയ വഴിയായിരിക്കും. അത് നിങ്ങൾ കാണുന്ന അതേ സെക്കൻഡിൽ എനിക്കും ഇവിടെ കാണാൻ പറ്റും. അപ്പോൾ അങ്ങനെയുള്ള അറിവില്ലായ്മയൊന്നും പറയല്ലേ. അപ്പോൾ എനിക്ക് പറയാനുള്ള അവകാശമുണ്ട്. ഞാൻ ജനിച്ചു വളർന്ന നാടിനെ കുറിച്ച് അതെന്റെ അവകാശമാണ്. പക്ഷെ നിങ്ങളുടെ അവകാശമാണ്. ഞാൻ പബ്ലിക്കായിട്ട് സംസാരിക്കുമ്പോൾ ആ വീഡിയോയുടെ അടിയിൽ നിങ്ങൾക്ക് കമന്റ് എഴുതാം, എന്താണ് നിങ്ങളുടെ അഭിപ്രായം, നിങ്ങൾ ആ പാർട്ടിയെ സപ്പോർട്ട് ചെയ്യുന്നില്ല. അത് ഹെൽത്തി ആയിട്ടുള്ള ഒരു ക്രിറ്റിസിസമാണ്, അതിനൊരു കുഴപ്പമില്ല. പക്ഷെ അടുത്ത ലെവൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ബുള്ളി ചെയ്യുക, ഹരാസ് ചെയ്യുക, ബോഡി ഷെയ്മിങ്, വീട്ടിലിരിക്കുന്നവരെ ചീത്ത പറയുക, അതുപോലെ തന്നെ സ്ത്രീകളെ തള്ളെ, പോടി എന്നൊക്കെ വിളിക്കുക എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവർക്കൊരു ടെമ്പററി ആയിട്ടുള്ള ഒരു റിലീഫാണിത്. കാരണം അതൊരു ചെറിയ മാനസിക രോഗമാണ്. ഈ ബുള്ളി ചെയ്യുക, ഹരാസ് ചെയ്യുക, ബോഡി ഷെയ്മിങ് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണെന്ന് വെച്ചാൽ അവർക്ക് ചിലപ്പോൾ ആരും അവരെ റെസ്പെക്ട് ചെയ്യുന്നുണ്ടാവില്ല, അവരുടെ ജീവിതം പരാജയമായിരിക്കും, അല്ലെങ്കിൽ അവരുടെ ഇൻസെക്യൂരിറ്റി, ആ ഫ്രസ്ട്രേഷനൊക്കെ ഇന്നത്തെ കാലത്ത് ഈ സോഷ്യൽ മീഡിയയിലാണ് തീർക്കുന്നത്. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആരും അറിയുന്നില്ല, അവരുടെ പ്രൊഫൈൽ ബ്ലോക്ക് ചെയ്തിട്ടേക്കുമായിരിക്കും. അപ്പോൾ ആരാണ് പറയുന്നതെന്ന് അറിയില്ല. അപ്പോൾ എന്ത് വേണമെങ്കിലും അവർ ആ ഫ്രസ്ട്രേഷൻ തീർക്കുന്നതായിട്ട് അവർക്ക് ടെമ്പററി ആയിട്ട് ഒരു റിലീഫ് കിട്ടുകയും ചെയ്യും അതിനായിട്ട്. അപ്പോൾ അത് നിങ്ങളുടെ ജീവിതം പരാജയമായതിൻ്റെ ഒരു ഫ്രസ്ട്രേഷനാണ് നിങ്ങൾക്കുള്ളത്. അത് മനസ്സിലാക്കിയിട്ടുണ്ടെങ്കിൽ നമുക്ക് പിന്നെ വിഷമിക്കേണ്ട കാര്യമേ ഇല്ല. അതുപോലെ തന്നെ നമ്മൾ അതിൽ സന്തോഷിക്കുക. നമുക്ക് ഇവരെക്കാളും എന്തോ അല്പം കൂടി നല്ല കാര്യങ്ങളുണ്ട്. അതാണല്ലോ നമ്മളെക്കുറിച്ച് താത്തിയൊക്കെ സംസാരിക്കാനും ഒക്കെ ശ്രമിക്കുന്നത്, അസൂയ കൊണ്ടൊക്കെ ആണല്ലോ. അപ്പോൾ എന്തോ നമുക്ക് അവരെക്കാളും കുറച്ചുകൂടി നല്ലതുണ്ട്, അതിൽ സന്തോഷിക്കുക. അപ്പോൾ നമ്മൾ ഓർത്തു നോക്കുക, നന്നായിട്ട് ഡ്രസ്സ് ചെയ്ത് നമ്മൾ തലയൊക്കെ ഉയർത്തിപ്പിടിച്ച് ഇങ്ങനെ ഒരു സ്ഥലത്തേക്ക് വരുന്നു, 10-200 പേരിയ്ക്കുന്നു, അവരൊക്കെ നമ്മളെ ഇങ്ങനെ നോക്കുന്നു, നമുക്ക് അറ്റൻഷൻ കിട്ടുന്നു എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അപ്പോൾ അവിടെ ഇരിക്കുന്ന കുറേ സ്ത്രീകൾക്കൊക്കെ ഭയങ്കര അവരുടെ മുഖമൊക്കെ അങ്ങ് വിഷമാവും അവർക്ക്. പിന്നെ അടുത്തിരിക്കുന്ന സ്ത്രീകളോട്
കുറച്ച് കുറ്റമൊക്കെ പറയും, അവർ ധരിച്ചിരിക്കുന്ന വസ്ത്രം അത്ര ശരിയല്ല, അല്ലെങ്കിൽ അവരുടെ എന്തെങ്കിലുമൊക്കെ കുറ്റം പറയും. ഞങ്ങളുടെ ഒരു ജന്മവാസനയാണ് കേട്ടോ അത്, സ്ത്രീകളുടെ ജന്മവാസനയാണ്. പിന്നെ അവരെ കാണുമ്പോൾ ഒന്ന് അവരെ താഴ്ത്തി സംസാരിക്കാൻ ശ്രമിക്കും, അങ്ങനെയൊക്കെ ചെയ്യും. എന്താണെന്ന് വെച്ചാൽ നമുക്കൊരു എന്താ ത്രട്ടനിങ് ആയി ഇവൾക്ക് കൂടുതൽ അറ്റൻഷൻ കിട്ടുന്നുണ്ടല്ലോ എന്നുള്ളൊരു വിഷമം. അപ്പം നമ്മളതിൽ സന്തോഷിക്കണം, അല്ലാതെ അതിനൊന്നും വിഷമിക്കേണ്ട കാര്യമില്ല. അപ്പം എൻ്റെ വീഡിയോയ്ക്ക് കമൻ്റായിട്ട് എഴുതി, നിങ്ങൾ മദാമ സംസാരിക്കല്ലേ കേരളത്തെക്കുറിച്ച് എന്നൊക്കെ. അപ്പോൾ അവരോർത്ത് എന്നെ മദാമയെന്ന് വിളിച്ചിട്ടുണ്ടെങ്കിൽ എനിക്കങ്ങ് ഭയങ്കര വിഷമമാവുമെന്ന്. സത്യം പറയട്ടെ, എന്നെ മദാമയെന്നൊക്കെ വിളിക്കുന്നേക്കുമ്പോൾ എനിക്ക് ഭയങ്കര ഒരു സന്തോഷം, അതൊക്കെ കേൾക്കുമ്പോൾ സന്തോഷമുള്ള കാര്യമാണ്. അപ്പോൾ പലരും നമ്മളെ പ്രൊവോക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മളോട് ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നതെങ്കിലും പലരും ഇതിൽ സന്തോഷിക്കുകയാണ് ഇതൊക്കെ കേൾക്കുമ്പോൾ. അപ്പോൾ നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളിലൊക്കെ എന്തോ ശരിയുണ്ട് എന്നൊക്കെ അവർ കാണുമ്പോഴുള്ള ആ വിഷമമാണ്. അപ്പോൾ അതിൽ സന്തോഷിക്കുക. അതുപോലെ ഒരുപാട് പേര് എന്നെ ട്രോൾ ചെയ്തു. എല്ലാ വീഡിയോസൊന്നും ഞാൻ ട്രോൾ ചെയ്ത വീഡിയോ കാണില്ല, ഞാൻ അറിയുന്നില്ല. പക്ഷെ പലരും എൻ്റെ വീഡിയോയുടെ താഴെ തന്നെ അവർ ട്രോൾ ചെയ്തിട്ട് അതിൻ്റെ ലിങ്ക് അയച്ചു തന്നു. അപ്പോൾ ചിലപ്പോൾ വ്യൂ കിട്ടാൻ വേണ്ടിയായിരിക്കും. അപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷം തോന്നി. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതെനിക്ക് ഫ്രീ ആയിട്ടുള്ള പബ്ലിസിറ്റിയാണ്. എന്നെ ട്രോൾ ചെയ്തിട്ടാണെങ്കിലും ഞാനിപ്പോൾ എന്നെ ഒരു പാർട്ടി സപ്പോർട്ട് ചെയ്തു എന്ന് പറഞ്ഞാൽ അത്ര വലിയ കുറ്റമുള്ള കാര്യമൊന്നും അല്ലല്ലോ, അത് മോശമുള്ള ഒരു കാര്യമൊന്നും അല്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ എന്നെ ട്രോൾ ചെയ്തു എന്നുള്ള എനിക്ക് സന്തോഷമുണ്ട്. മാത്രമല്ല, ഇപ്പോൾ ഈ ട്രോൾ ചെയ്ത ആളുകൾ ഇപ്പോൾ ഒരു 30 മിനിറ്റ്സ് എന്നെക്കുറിച്ച് സംസാരിക്കണമെങ്കിൽ അതിന് മുമ്പ് ഒരു 3 hours അതിനായിട്ട് പ്രിപ്പയർ ചെയ്തിട്ടുണ്ടാവും, കണ്ടന്റ് ഉണ്ടാക്കാനായിട്ട് എന്തൊക്കെ സംസാരിക്കണം 30 മിനിറ്റ്സ് എന്ന്. അതുപോലെ തന്നെ ആ വീഡിയോ എടുക്കുക, അത് കഴിഞ്ഞ് അത് എഡിറ്റ് ചെയ്യുക, പോസ്റ്റ് ചെയ്യുക, അതിൽ വരുന്ന കമൻസ്, അങ്ങനെ ഒരു 10-20 മണിക്കൂർ എനിക്ക് വേണ്ടി സ്പെൻഡ് ചെയ്തിട്ടുണ്ടാവും. ഞാൻ അതിന് അർഹതപ്പെടുന്നുണ്ടോ? എനിക്കിതിന് സംശയമാണ്. അതിനൊക്കെയുള്ള കഴിവ് എനിക്കൊന്നുണ്ടോ? അപ്പോൾ അതൊക്കെ എനിക്ക് ഭയങ്കര സന്തോഷമായി. ഇത്രയും പേര് എനിക്ക് വേണ്ടി 10-20 മണിക്കൂർ വെച്ചൊക്കെ സ്പെൻഡ് ചെയ്യാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, അപ്പോൾ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, നിങ്ങൾ ആരും ഈ നെഗറ്റീവ് കമൻസ് കാണുമ്പോൾ വിഷമിക്കുകയോ അതുപോലെ തന്നെ നിങ്ങളെ ക്രിട്ടിസൈസ് ചെയ്യുമ്പോൾ വിഷമിക്കുകയല്ല. നിങ്ങളുടെ ഉയർച്ചയുടെ ആദ്യത്തെ പടി അവിടെ നിന്നാണ് തുടങ്ങുന്നത്. കുട്ടികൾ ഇത് കേട്ട് മനസ്സിലാക്കുക. ചിലപ്പോൾ നിങ്ങളെ കുട്ടികളിൽ കുറച്ച് കാണാൻ നല്ല കുട്ടിയായിരിക്കാം, അതുപോലെ ചിലപ്പോൾ നിങ്ങളുടെ ടീച്ചർക്ക് നിങ്ങളോട് കൂടുതൽ ഇഷ്ടം കാണാം, അതുപോലെ നിങ്ങൾ പഠിക്കുന്ന കുട്ടിയായിരിക്കാം, പക്ഷെ നിങ്ങൾ എതിര് സംസാരിക്കുന്ന ഒരു കുട്ടിയായിരിക്കില്ല. നല്ലോണം ബിഹേവ് ചെയ്യുന്ന കുട്ടികൾക്കാണ് കൂടുതൽ ഇങ്ങനെയുള്ള ആളുകൾ വന്ന് ബുള്ളി ചെയ്യുന്നത്. അപ്പോൾ അത് നിങ്ങളൊരു സ്പെഷ്യൽ ആയിട്ടുള്ള പേഴ്സൺ ആയിട്ടാണ്. നിങ്ങൾക്ക് എന്തോ കഴിവുണ്ട്, അതിൽ പലരും വിഷമിക്കുന്നു അതിനെക്കുറിച്ച്. അപ്പോൾ ഇതാണ് എനിക്ക് പറയാനുള്ളത്. ഇങ്ങനെയുള്ള ക്രിറ്റിസിസം കേട്ടോ മോശം കമൻറ്റ് കേട്ടോ ഒന്നും വിഷമിക്കരുത്. അപ്പോൾ ഇന്നത്തെ സൺഡേ ടോക്കിൽ ഇതാണ് ആൻറ്റിക്ക് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാനുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായി കാണും എന്ന് ഞാൻ വിചാരിക്കുന്നു. എല്ലാവർക്കും ബൈ.